പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L5290 എന്ന പ്രിന്ററിന്റെ വൈഫൈ പാസ്വേഡ് എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സന്റെ L5290 എന്ന പ്രിന്റർ ഒരു വൈഫൈ പ്രിന്ററാണ്. നിങ്ങൾക്ക് ഇത് മൊബൈലിൽ നിന്നും പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിംഗ്സിൽ പോയി പ്രിന്ററിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ കണക്റ്റ് ആവത്തില്ല. ഞാൻ ജസ്റ്റ് പ്രിന്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ആ പാസ്വേഡ് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ്. അപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് ലാസ്റ്റ് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ, അത് സെലക്ട് ചെയ്യുക. അതിലുണ്ടാവും നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നിൽക്കുന്നുണ്ടാവും പ്രിൻറ്റ് സ്റ്റാറ്റസ് ഷീറ്റ് എന്നുണ്ടാവും, അത് ഓക്കെ എന്ന് കൊടുക്കുക. എന്നിട്ട് 3 ഷീറ്റ് A4 വെച്ചതിന് ശേഷം ഇവിടെ യെസ് എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം 3 ഷീറ്റ് A4 ആദ്യം വെച്ചിരിക്കണം. എന്നിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഷീറ്റ് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. അതിലുണ്ടാവും നമുക്ക് ആവശ്യമുള്ള പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നോക്കാം. അപ്പോൾ ഫുൾ ഷീറ്റും പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ പേജ്, ലാസ്റ്റ് വന്ന പേജാണിത്, സെക്കൻഡ് പേജാണിത്. അതല്ലേ ഈ ഒരു പേജിൽ ഫസ്റ്റത്തെ ഈ പേജിലുണ്ടാവും നിങ്ങൾക്ക് ഇവിടെ സെൻട്രലായിട്ട് കാണാൻ സാധിക്കും വൈഫൈ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ SSIDയും അതിൻ്റെ പാസ്വേഡും കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പ്രിൻ്ററിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ പാസ്വേഡ് ഏതാണോ കാണിക്കുന്നത് അത് നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സിൽ വൈഫൈ സെറ്റിങ്സിൽ പോയിട്ട് ടൈപ്പ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണക്റ്റ് ആവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എപ്സൻ്റെ iPrint എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്മാർട്ട് പാനൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാൻ സ്കാൻ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.